PM ശ്രീ വിഷയത്തിൽ UDF സർക്കാരിന്റെ ഇരട്ടത്താപ്പ് തുറന്നുകാട്ടി പ്രതിപക്ഷ നേതാവ്. പ്രതിപക്ഷത്തായിരുന്നപ്പോൾ LDF BJP ഡീലിന്റെ ഭാഗമായിരുന്നു അവർക്ക് PM ശ്രീ പദ്ധതി. ഭരണത്തിൽ കയറിയപ്പോൾ എന്ത് ഡീലിന്റെ അടിസ്ഥാനത്തിലാണ് പദ്ധതിയുമായി മുന്നോട്ടു പോകാൻ തീരുമാനിച്ചതെന്ന് പ്രതിപക്ഷ നേതാവ് ചോദിക്കുന്നു. പുനർജനി കേസ് അവസാനിപ്പിച്ചത് അതിന്റെ വസ്തുതകൾ പുറത്തു വരാതിരിക്കാനാണോ എന്നും തീരുമാനം പിൻവലിക്കണമെന്നും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. PM ശ്രീ പദ്ധതിക്കെതിരെ അതിശക്തമായ നിലപാട് സ്വീകരിച്ചിരുന്നവരാണ് LDF സർക്കാർ. ദേശീയ വിദ്യാഭ്യാസ നയം പദ്ധതിയിലൂടെ സംസ്ഥാനത്തെ സ്കൂളുകളിൽ നടപ്പാക്കുകയായിരുന്നു കേന്ദ്ര സർക്കാർ ലക്ഷ്യം. ഇതിനെ ശക്തമായ ഭാഷയിലാണ് UDF പ്രതിപക്ഷത്തായിരുന്നപ്പോൾ വിമർശിച്ചത്. പദ്ധതിയുടെ MOUവിൽ LDF സർക്കാർ ഒപ്പിട്ടപ്പോൾ അത് BJP LDF ഡീലെന്നായിരുന്നു ആരോപണം. ഇന്ന് ഭരണത്തിലേറിയപ്പോൾ ഏത് ഡീലിന്റെ അടിസ്ഥാനത്തിലാണ് പദ്ധതിയുമായി മുന്നോട്ടു പോകാൻ തീരുമാനിച്ചതെന്നും പ്രതിപക്ഷ നേതാവ് ചോദിച്ചു. PM ശ്രീ ഫണ്ട് കേരളത്തിന് ലഭിച്ചില്ല എന്ന് ഇവിടുത്തെ പൊതുവിദ്യാഭ്യാസ മന്ത്രിക്ക് തന്നെ നിയമസഭയിൽ വ്യക്തമാക്കേണ്ടിയും വന്നു. പിന്നീട് MOU ഒപ്പിട്ടത് കാരണം അതിൽ നിന്ന് പിന്മാറാനാവില്ല എന്നതിലാണ് UDF പിടിച്ചു നിന്നത്. അത് മുഖ്യമന്ത്രി അടക്കം ബന്ധപ്പെട്ടവരെല്ലാം വലിയ തോതിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ കാര്യത്തിൽ യാതൊരു അവ്യക്തതയും ഇല്ല എന്നത് വ്യക്തമായി കഴിഞ്ഞു. പദ്ധതിയിൽ ചേരാതിരിക്കുകയോ ഒപ്പിട്ട ധാരണാപത്രത്തിൽ നിന്ന് പിൻവാങ്ങുകയോ ചെയ്താൽ എന്താണ് പ്രത്യാഘാതം? അതായിരുന്നു ചോദ്യം. ഒപ്പിടാതിരിക്കുകയോ ഒപ്പിട്ട ധാരണാപത്രത്തിൽ നിന്ന് പിന്മാറുകയോ ചെയ്താൽ PM ശ്രീ പദ്ധതി പ്രകാരമുള്ള ആനുകൂല്യങ്ങൾ നഷ്ടപ്പെടും. ഇതായിരുന്നു മന്ത്രിയുടെ മറുപടി. അതായത് ആ മറുപടിയിലൂടെ വ്യക്തമാകുന്നത് നിയമപരമായി പിന്മാറാൻ ഒരു തടസ്സവും ഇല്ല എന്നതാണ്. പുനർജനി കേസ് എന്തടിസ്ഥാനത്തിലാണ് അവസാനിപ്പിച്ചതെന്നും പ്രതിപക്ഷ നേതാവ്. പ്രഥമ ദൃഷ്ടിയാൽ തന്നെ നിരവധി കുറ്റങ്ങൾ നിലനിൽക്കുന്നു. അത് കണ്ടെത്താനാണ് ദേശീയ അന്വേഷണ ഏജൻസിക്ക് അന്വേഷണം വിജിലൻസ് ശുപാർശ ചെയ്തത്. എന്നാൽ ഭരണം മാറിയപ്പോൾ കേസ് തേച്ചുമാച്ചു കളയാനാണ് തീരുമാനിച്ചത്. തീരുമാനം പിൻവലിക്കണമെന്നും പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു. ഇത് ഗുരുതരമായൊരു കേസാണ്. അങ്ങനെയുള്ളൊരു കേസ് നിസ്സാരമായി തേച്ചുമായ്ച്ചു കളയാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രിക്കെതിരായ കേസ് അദ്ദേഹത്തിന് കീഴിലുള്ള ആഭ്യന്തരമന്ത്രി തന്നെ അവസാനിപ്പിച്ചിരിക്കുകയാണ്. കേസ് അവസാനിക്കുന്നതിന് മുൻപ് പരാതിക്കാരന് ഒരു നോട്ടീസെങ്കിലും കൊടുത്തോ? മന്ത്രിസഭ തീരുമാനമുണ്ടോ? എന്തടിസ്ഥാനത്തിലാണ് കേസ് അവസാനിപ്പിച്ചത്? ഒരു കാര്യമേ പറയാനുള്ളൂ, അടിയന്തരമായി ഈ തീരുമാനം പുനഃപരിശോധിക്കണം. നീതിന്യായ സംവിധാനങ്ങളുടെ പരിഗണനക്കാണ് ഇത്തരം കാര്യങ്ങൾ വിടേണ്ടത്. അവരാണ് കുറ്റാരോപിതരെ കുറ്റവിമുക്തമാക്കേണ്ടത്. മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും വ്യക്തിപരമായി തീരുമാനിക്കേണ്ട ഒന്നല്ല ഇത്. കേസ് അവസാനിപ്പിക്കാനുള്ള തീരുമാനം പിൻവലിച്ച് നിഷ്പക്ഷമായ അന്വേഷണം നടത്തുകയാണ് വേണ്ടത്. കഴിഞ്ഞ സർക്കാർ രാഷ്ട്രീയ വൈര്യ നിര്യാതന ബുദ്ധി കേസിൽ കാണിച്ചിട്ടില്ല. അങ്ങനെ കാണിച്ചെങ്കിൽ CBI അന്വേഷണത്തിന് അന്ന് തന്നെ വിടുമായിരുന്നുവെന്നും പ്രതിപക്ഷ നേതാവ് വ്യക്തമാക്കി. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.